ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടൊമാറ്റോ ചട്നിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇതിലോട്ട് 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ചട്നി. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അപ്പോൾ സവാള വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 4 തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്തതാണ് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയിലേക്ക് 4 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ ഈ തക്കാളി ഒന്ന് നന്നായി വാട്ടിയെടുക്കണം. തക്കാളി വെന്തുടയുന്നത് വരെ നമ്മളിതൊന്ന് വാട്ടിയെടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും ചട്നിക്ക്, അതുകൊണ്ടാണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ സാധാരണ മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം വേണം അത് അരച്ചെടുക്കാൻ. അപ്പോൾ നമുക്കിനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലോട്ട് ചേർക്കാം. നമ്മൾ നേരത്തെ സവാളയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ തണുത്തതിന് ശേഷം ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ചട്നി ഉണ്ടാക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ചട്നി കുറേ ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഞാനിപ്പോൾ തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കൂടുതൽ ടേസ്റ്റ് ചെയ്ത് തോന്നിട്ടുള്ളത് തിക്കായിട്ടുള്ള ടൊമാറ്റോ ചട്നിയാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിലധികം വെള്ളം ചേർക്കാത്തത്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒത്തിരി നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയെടുത്തതാണല്ലോ. അപ്പോൾ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വാങ്ങി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റിയായ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്